ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ആണ്, സ്ക്രീനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, 10 ബോൾ കാണുന്നുണ്ടാവും ആൻഡ് അതിനകത്ത് ഒരു ബോൾ എൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, ഏതാണ് എൻ്റെ ബോൾ എന്ന് പറയണം. ആൻഡ് മീൻ ടൈം നിങ്ങൾ സ്റ്റുഡൻസ് ആണ് വീഡിയോ കാണുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഡിവൈസ് പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പാരൻസിനോട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറയണം. ആൻഡ് ഡിസ്ക്ലെയിമർ ആണ്, ഈ വീഡിയോ സ്റ്റുഡൻസിനുള്ളതല്ല, നിങ്ങൾക്ക് പോയി കളിക്കാം, ഇത് ആക്ച്വലി പാരൻസിനുള്ളതാണ്. സോ ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ കിട്ടിയോ? ഇല്ലല്ലേ? കാരണം എന്താ, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം എന്താ, എല്ലാം സെയിം ബോൾസ് ആണ്. ഇതിനകത്ത് എങ്ങനെയാണ് എന്റെ ബോൾ കിട്ടുന്നത്? പറ്റൂല. നിങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇയാൾ എന്താണ് പറയുന്നത്. യെസ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റി നിർത്താൻ ഉണ്ടായാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് നോക്കിക്കോ, ഇപ്പൊ പറ്റുന്നുണ്ടോ? യെസ്, ഇപ്പൊ പറ്റുന്നുണ്ടാവില്ലേ? ഇതിനകത്ത് മൂന്നാമത്തെ ബോളിൽ എന്തുണ്ട്? എം ഉണ്ട്. എം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്താണ്, ആക്ച്വലി അതാണ് എന്റെ ബോൾ നിങ്ങൾ പറയും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ബോളിൽ ഒരു യൂണീക് ഫാക്ടർ ഉണ്ടല്ലേ, ആ ബോളിൽ മറ്റു ബോളുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ആൻഡ് അതെന്താണ്, അതൊരു ഐഡന്റിറ്റി ആണല്ലേ, ആ ബോളിന്റെ ഒരു ഐഡന്റിറ്റിയാണ് എം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ആ ബോളിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി എന്താണെന്നറിയുമോ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കുട്ടിയെ പറ്റിയാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. കാരണം ഞാൻ ഇവിടെ ബോളുകളെ താരതമ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാ, നിങ്ങളുടെ കുട്ടിയെയാണ്. ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി മാറി നിൽക്കപ്പെടുന്നത്? വാട്ട് മേക്സ് യുവർ ചൈൽഡ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതർ കിഡ്സ് അല്ലെ? മറ്റുള്ള കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി മാറി നിൽക്കപ്പെടുന്നത്? കാരണം ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് സ്കൂളുകൾ കഴിയുന്നത്. എല്ലാവരും ഒരേ കാര്യം പഠിക്കുന്നത്. എല്ലാവരും ഒരേ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ മാത്രം നമ്മൾ മാറ്റിയെടുക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു, എം ഫാക്ടർ പറഞ്ഞു. ഓരോ കുട്ടിക്കും എന്ത് വേണം, എന്തേലും ഒരു എം ഫാക്ടർ വേണം. അവനെ തിരിച്ചറിയാൻ അവൻ എന്ത് വേണം, ഒരു കഴിവ് വേണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആൻഡ് ആ കഴിവ് ഉണ്ടാക്കി കൊടുക്കല് നിങ്ങളുടെ പാരൻസിന്റെയും അതുപോലെ ടീച്ചേഴ്സിന്റെയും എന്താണ്, ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ. പല പാരൻസും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമും അതുപോലെ ബോർഡ് എക്സാമും സെയിം ആണ്. ശരിയാണ്, രണ്ടിന്റെയും സിലബസ് ഏകദേശം സെയിം ആണെങ്കിൽ പോലും രണ്ടിന്റെയും ഉദ്ദേശം ഒന്നല്ല. രണ്ടിനും രണ്ട് പർപ്പസ് ആണ്. കാരണം ബോർഡ് എക്സാം എന്താണ്, അതൊരു ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത്. കാരണം നിങ്ങൾ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം 12th ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ +2 ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ SSLC ആണ്, നിങ്ങൾ പറയാം SSLC ക്വാളിഫൈഡ് എന്ന് പറയാം. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാം, മത്സര പരീക്ഷകൾ, JEE, നീറ്റ് അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് പോലത്തെ പരീക്ഷകളാണെങ്കിൽ നിങ്ങൾ അവിടെ ക്വാളിഫിക്കേഷൻ അല്ല, അവർ നോക്കുന്നത് എന്താണ്, അത് ഡിസ്റ്റിങ്ഷൻ ആണ്. ബാക്കിയുള്ളവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ മാറി നിൽക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ ബോർഡ് എക്സാം എന്താണ് അവിടെ ആക്ച്വലി നോക്കുന്നത്, കുട്ടി പഠിച്ചിട്ടുണ്ടോ, എത്ര മെമ്മറി ഉണ്ട്, അതുപോലെ എത്ര സിലബസ് കവർ ചെയ്തു, കുട്ടിക്ക് ആൻസർ കിട്ടുന്നുണ്ടോ സിലബസിനകത്ത്. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാം എന്താ നോക്കുന്നത്, അവിടെ അനലിറ്റിക്കൽ റീസണിങ് ആണ്, അതല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്പീഡ് ആണ്, അതല്ലെങ്കിൽ കോൺസെപ്ച്വൽ ഡെപ്ത് ആണ്. കാരണം അത് ഡിസ്റ്റിങ്ഷൻ ഉള്ളതാണ്, അത് മാറ്റി നിർത്തപ്പെടാൻ ഉള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആയിരക്കണക്കിന് കുട്ടികളുണ്ടല്ലേ. ഇവിടെ ഓരോ ബോളുകളും ഓരോ കുട്ടിയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ കുട്ടി ഇതുപോലെ ചുമന്നിരിക്കണമെങ്കിൽ, അവിടെ മാറി നിൽക്കപ്പെടുന്നെങ്കിൽ, ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് നിങ്ങളുടെ കുട്ടി മാറി നിൽക്കണമെങ്കിൽ എന്താവണം, അവന് സ്പെസിഫിക്കലി എന്തെങ്കിലും എക്സ്ട്രാ വേണമല്ലേ, അവന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ വേണം. ദ സിസ്റ്റം ഈസ് ലുക്കിംഗ് ഫോർ സ്റ്റുഡൻസ് ഹു പൊസസസ് സംതിങ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടി എന്താവുള്ളൂ, ബാക്കി കുട്ടികളിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. ആൻഡ് ആ നിങ്ങളുടെ കുട്ടിക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്, നിങ്ങളുടെ പാരൻസിന്റെയും കൂടെ കടമയാണ്. അവന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. കാരണം ജസ്റ്റ് ലൈക്ക് യു ഐഡന്റിഫൈഡ് ദ ബോൾ വിത്ത് ലെറ്റർ എം, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എം ഉള്ള ബോളിനെ ബാക്കിയുള്ള ബോളുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം അതോറിറ്റീസ് നടത്തുന്ന സമയത്ത് ആ മത്സര പരീക്ഷകളിൽ നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിലേ മാറി നിൽക്കത്തുള്ളൂ. അവനെ എക്സ്ട്രാ ബാക്കിയുള്ള കുട്ടികളെല്ലാം പഠിച്ചു, അത് അവനും പഠിച്ചിട്ടുണ്ട്, എന്നാൽ അവൻ അതിന് പുറമെ വേറെ എന്ത് അധികം പഠിച്ചു എന്നതിലാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ അവൻ ആ മത്സര പരീക്ഷയിൽ ടോപ്പ് ആയിരിക്കും. അങ്ങനെ ടോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, കോമ്പറ്റേറ്റീവ് എക്സാമിനകത്ത് അവനക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ +2 പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ക്വാളിഫൈഡ് പറയാം. എന്നാൽ JEE പാസ്സാവലാണോ? അല്ല. നീറ്റ് പാസ്സാവലാണോ? അല്ല. അതിനകത്ത് ടോപ്പ് വരിക. അങ്ങനെയാണെങ്കിൽ ടോപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്വാളിഫിക്കേഷൻ അല്ല, അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് എന്താണെന്നറിയുമോ? അതിന്റെ ആഫ്റ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് റിവാർഡ്. ആ ഗേറ്റ്, ആ തുറക്കുന്ന എൻട്രൻസ് എക്സാം തുറക്കുന്ന ഗേറ്റിനകത്ത് കിട്ടുന്ന എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുട്ടി IIT പോയി കഴിഞ്ഞാൽ, JEE ടോപ്പായി IIT പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ NIT പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നീറ്റിനകത്ത് ടോപ്പായി എയിംസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഐസർ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവന്റെ ചുറ്റുമുള്ള കുട്ടികൾ എന്തായിരിക്കും,
ടോപ്പ് കുട്ടികളായിരിക്കും, എലൈറ്റ് ക്ലാസ് കുട്ടികളായിരിക്കും. കാരണം അവരെല്ലാവരും ഇതുപോലെ ടോപ്പായി പഠിച്ചു വന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ബെറ്റർ പിയർ ഗ്രൂപ്പ്സ് അവന്റെ ചുറ്റും ആൻഡ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് കുട്ടികളായിരിക്കും അവന്റെ കൂടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ അതിന്റെ ഒരു ആവറേജ് ആയി മാറിക്കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ബെസ്റ്റിനകത്തുള്ള അവൻ വരും. അങ്ങനെയാണെങ്കിൽ 5 പേരുടെ ആവറേജ് ആയിരിക്കും നമ്മൾ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെയുള്ള ഒരു ടോപ്പ് ആണെങ്കിൽ അവനും ഓട്ടോമാറ്റിക്കലി ടോപ്പായി മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതാണ് ബെറ്റർ മെന്റേഴ്സ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അതിലൊരു സംശയം വേണ്ട, അവിടെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് ആയിരിക്കും, ടോപ്പ് മെന്റേഴ്സ് ആയിരിക്കും. പിന്നെ ബെറ്റർ എക്സ്പോഷർ, IITസിനകത്തും NITസിനകത്ത് കിട്ടുന്ന എക്സ്പോഷർ അവനെ തന്നെ അവന് എന്ത് ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്യാം. അവന്റെ പല രീതികളിൽ അവനക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ അവനക്ക് അവന്റെ ഏത് കഴിവാണ് അവിടെ ഉയർത്തിയ എല്ലാ റീസണുകളും എല്ലാ കഴിവുകളും അവന് പുറത്തെടുക്കാം. അതിനുള്ള എക്സ്പോഷർ IITസും NITസും എയിംസും എല്ലാ എലൈറ്റ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബെറ്റർ നെറ്റ്വർക്ക് അല്ലേ, അവൻ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ കണക്ഷൻസ് അതെന്താണ്, അത് ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത്രയധികം കണക്ഷൻസ് അവന് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ എന്തായിരിക്കും, ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ കുട്ടി ഇവിടെ എത്തല് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം അവനറിയില്ല അവന്റെ സ്കില്ലുകൾ എന്താണെന്ന് അവന് ഒരിക്കലും അറിയത്തില്ല. ആൻഡ് അത് നിങ്ങൾ ഇവൻ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് അവനെ ഗ്രാജുവലി നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ. ആൻഡ് ഈ ഗേറ്റിനകത്ത് ഞാൻ പറഞ്ഞു, ആ ഗേറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു തവണയും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ സാധാ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ, ഒരു നോർമൽ കോളേജിലാണ് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വിടുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, ഓർഡിനറി എൻവയോൺമെന്റ് ആയിരിക്കും, സാധാ പോലത്തെ എൻവയോൺമെന്റ് ആയിരിക്കും. ആൻഡ് ആവറേജ് എക്സ്പെക്ടേഷൻസ് ആയിരിക്കും, അതുപോലെ കംഫർട്ട് സോൺ തിങ്കിങ് ആയിരിക്കും, ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. അവിടെ എല്ലാവരും ഒരേ പേസിലായിരിക്കും പോകുന്നത്. എന്നാൽ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടോപ്പ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും, അതുപോലെ അംബീഷൻ ആയിരിക്കും, ആൻഡ് ഗ്രോത്ത് എന്തായിരിക്കും, ആക്സിലറേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ എന്തായിരിക്കും, ഹാർഡ് വർക്ക് ബിക്കം നോർമൽ. ഹാർഡ് വർക്ക് നോർമൽ ആവേ, എല്ലാവരും പഠിക്കുന്ന സമയത്ത് അവനും പഠിക്കും, ഓട്ടോമാറ്റിക്കലി അവൻ പഠിക്കും. അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് ബിക്കം നോർമൽ, ഗോൾ സെറ്റിംഗ് നോർമൽ ആകും. പിന്നെ അംബീഷൻ ബിക്കം നോർമൽ. അങ്ങനെയാണെങ്കിൽ സക്സസ് ബിക്കം നോർമൽ. അങ്ങനെയാണെങ്കിൽ എക്സലൻസ് എന്താവും, ബിക്കം നോർമൽ. അവൻ എന്താകും, എക്സലൻസിൽ ബിക്കം നോർമൽ ആയി കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ആളുകളിൽ നിന്ന് അവൻ മാറിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നിങ്ങളുടെ കൺഫ്യൂഷൻ എന്തായിരിക്കും, കുട്ടി എന്താണ് 6ലാണ് അല്ലെങ്കിൽ 7ലാണ് അല്ലെങ്കിൽ 8ലാണ്. 6ലും 7ലും 8ലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാൻ എനിവൺ കോൺഫിഡന്റ്ലി പ്രെഡിക്റ്റ് ദെയർ കരിയർ ടുഡേ? 6ലും 7ലും 8ലും പഠിക്കുന്ന കുട്ടിയുടെ കരിയർ എന്താ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നിങ്ങൾ ഇനി അതുപോലെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങളാണ്. ഒന്നുകിൽ അത് നിങ്ങളുടെ താല്പര്യമാണ്, 2 നിങ്ങൾ അവന് വേണ്ട പോലെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പോലെ എക്സ്പ്ലോറേഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നതാണ് അതിന്റെ റീസൺ. പക്ഷേ നിങ്ങൾ എലൈറ്റ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് തീരുമാനിക്കാം, അവന്റെ എല്ലാ കഴിവുകളും അവനവിടെ പുറത്തെടുക്കാനുള്ള അവന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. കുട്ടി ഏതുമായിക്കോട്ടെ, എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, ആരുമായിക്കോട്ടെ, ലോയർ, ടീച്ചർ, ഓണ്ടർപ്രണർ, ടീച്ചർ, ഓണ്ടർപ്രണർ, ലോയർ, ആർട്ടിസ്റ്റ്, ആരും ആയിക്കോട്ടെ. പക്ഷേ കുട്ടിക്ക് അതിജീവിക്കണമെങ്കിൽ ഇനിയുള്ള കാലത്ത് വേണ്ട സ്കിൽസ് എന്ത്, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ അവന് വേണ്ട സ്കിൽ സെറ്റ് അത് പ്രോബ്ലം സോൾവിംഗ് ആണ്, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ആണ്, അതല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്ക് ആണ്, ഡിസിപ്ലിൻ ആണ്, കൺസിസ്റ്റൻസി ആണ്, കോൺഫിഡൻസ് ആണ്. ഈ കാര്യങ്ങളാണ് അവനെ ഇനി അങ്ങോട്ടുള്ള പ്രൊഫഷനിൽ അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഉറപ്പുവരുത്തണം, ഈ സ്കിൽ സെറ്റ് എൻ്റെ കുട്ടിക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം അവന്റെ ഭാവി അത് നിങ്ങളുടെ കയ്യിലാണ്. പലപ്പോഴും ഉണ്ടാകാൻ പോകുന്നത് എന്താണ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പലപ്പോഴും ഉണ്ടാകാൻ പോകുന്നത് ഇതൊന്നും തിരിച്ചറിയാതെ പിന്നീട് അങ്ങോട്ട് ഒരു റിഗ്രറ്റ് ആണ് പല പേരൻസിനും കണ്ടിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, സക്സസ് ഈസ് ഇൻക്രിമെന്റൽ. NITയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ എന്നോട് എപ്പോഴും പറയായിരുന്നു, നോളജ് ഈസ് ഇൻക്രിമെന്റൽ, സക്സസ് ഈസ് ഇൻക്രിമെന്റൽ. കാരണം ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. കാരണം നിങ്ങൾ 1ാം ക്ലാസ്സിൽ മാത്സിനകത്ത് 1 2 3 എന്ന് പഠിക്കും അല്ലെ. 1ാം ക്ലാസ്സിൽ മാത്സിനകത്ത് 1 2 3 എന്ന് പഠിക്കും. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ പഠിക്കും. 4ലെത്തുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും, പിന്നീട് അങ്ങോട്ട് പടിപടിയായി ഓരോ കാര്യം പഠിക്കും. അതല്ലാതെ 1ാം ക്ലാസ്സിൽ ആരെങ്കിലും എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് പഠിക്കുമോ? ഇല്ലല്ലോ. കോൺസെപ്റ്റ് പഠിക്കുമോ? ഇല്ല. കാരണം എന്താണ്, നമ്മൾ എല്ലാം ഗ്രാജുവലി ഏൺ ചെയ്തെടുക്കുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിപടിയായി ആണ് ഓരോ കാര്യങ്ങളും. അത് നോളജ് ആയിക്കോട്ടെ, അതുപോലെ സക്സസ് ആയിക്കോട്ടെ. നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 3 വർഷം ആയിക്കോട്ടെ അതിന്റെ ഫ്രൂട്ട് നിങ്ങൾക്ക് അപ്പോഴും കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഇന്നൊരു മരം നട്ട് കഴിഞ്ഞാൽ നാളെ അത് ഫലം കായ്ക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തായിരിക്കും, ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എടുത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും അതിന്റെ ഫലം കിട്ടുന്നതായിരിക്കും.
ചിലപ്പം വർഷങ്ങൾ എടുത്തുമായിരിക്കും, 5-6 വർഷം എടുക്കും. പക്ഷേ നാളെ റിസൾട്ട് വേണമെന്നല്ല, ഇൻക്രിമെന്റേഷൻ ആണ്. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. എക്സലൻസ് ഈസ് കോമ്പൗണ്ടിങ്. എക്സലൻസ് കോമ്പൗണ്ട് ആവും. നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങിയാൽ പോലും നിങ്ങൾ അവന്റെ യഥാർത്ഥ കരിയർ ഡയറക്ഷനിൽ എത്തുമ്പോഴേക്കും അവൻ ടോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അത് കോമ്പൗണ്ട് ആവും. അവൻ അറിയാത്ത മെല്ലെ പഠിച്ച് അവൻ ടോപ്പ് ആയിട്ട് മാറിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങാതെ പെട്ടെന്ന് 11ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് വീണ്ടും 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വർഷം, അവന്റെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു വർഷം വീണ്ടും കളയേണ്ട ആവശ്യം വരാറുണ്ട്. ആൻഡ് അതിന്റെ റീസൺ എന്താ? ചെറുപ്പത്തിൽ അവൻ ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല, അതല്ലെങ്കിൽ പാരന്റ്സ് കൊടുത്തില്ല എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് ചെയ്ത് ഉറപ്പായും അവൻ 11ാം ക്ലാസ്സിൽ സാധാ കുട്ടി ഇവിടെയാണെങ്കിൽ അവൻ മുകളിലെത്തിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുക. സോ എനിക്ക് പറയാനുള്ളത്, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, അത് സാധാ ട്യൂഷൻ അല്ല. അത് അവന്റെ ലോജിക്കൽ റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഇമ്പോർട്ടൻ്റ് ആക്കാൻ വേണ്ടി, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സാണത്. അത് സാധാ നോർമൽ ട്യൂഷൻ അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളത് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അവന് ഒരു ഫാക്ടർ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ഒരു സംശയം വേണ്ട. അവന്റെ സ്കിൽ സെറ്റ്, അനലിറ്റിക്കൽ തിങ്കിങ്, അതല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതല്ലെങ്കിൽ കോൺസെപ്റ്റൽ സ്ട്രെങ്ത്, പിന്നെന്താ കോൺഫിഡൻസ്, ഫ്യൂച്ചർനെസ്, അതുപോലെ എക്സാം ടെമ്പറമെന്റ് നത്തിങ് ബട്ട് അവന് ഒരുപാട് ടെസ്റ്റുകൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പേടി അവന് മാറിക്കിട്ടും. എവിടെ എത്തുമ്പോൾ? 11ാം ക്ലാസ് 12ാം ക്ലാസ് എത്തുമ്പോഴേക്കും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഒരു കുട്ടിയെ ഉറപ്പായിട്ടും ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് നിങ്ങൾ ഉറപ്പായിട്ടും അഡ്മിഷൻ എടുത്തിരിക്കണം. കാരണം അത് അവന്റെ ഭാവിക്ക് വേണ്ടിയാണ്. അവന്റെ ഭാവി നിങ്ങളുടെ കയ്യിലും കൂടെയാണ്. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, എങ്കിൽ പോലും ആസ് എ ഫാക്കൾട്ടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. കാരണം ഇവിടുത്തെ ഫാക്കൾട്ടീസ് എന്ന് പറയുന്നത് അത് IITians NITians ഡോക്ടേഴ്സ് ആണ്. ഞങ്ങൾ ഓൾറെഡി ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനകത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അത് അതിജീവിച്ച് അതിനകത്ത് ടോപ്പ് മാർക്കുകൾ വാങ്ങി വന്ന ആൾക്കാരാണ്. സോ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സ്റ്റുഡൻസിനെ എവിടെ എത്തിക്കണം എന്ന് ഞങ്ങൾക്കറിയാം, അവരെ എങ്ങനെ പ്രിപ്പയർ ആക്കണം എന്ന് ഞങ്ങൾക്കറിയാം. ഈ ഉറപ്പാണ് നിങ്ങൾക്ക് തരാനുള്ളത്. പിന്നീട് പല കുട്ടികൾക്കും ഉള്ള പ്രശ്നമാണ്, അവന് ബുദ്ധിയില്ലായിട്ടല്ല, പഠിക്കാൻ കഴിവില്ലായിട്ടല്ല, പക്ഷേ ഇടയ്ക്ക് വെച്ച് മോട്ടിവേഷൻ പോകുന്നു. അതിനാണ് മെന്റർഷിപ്പ്, 1-to-1 മെന്റർഷിപ്പ് ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള പ്രീമിയർ 1-to-1 പ്രീമിയർ മെന്റർഷിപ്പ് പ്രോഗ്രാം. എല്ലാ കുട്ടികൾക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കും. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ബോറിംഗ് ലെക്ചേഴ്സ് ആയിരിക്കില്ല, ഹൈലി എനർജിക് ആയിട്ടുള്ള വളരെയധികം പ്രഗത്ഭരായ ഫാക്കൽറ്റീസ് ആണ് അവന് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം, ഇനി കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിന് അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ളത്. ഞങ്ങൾ എന്ത് ചെയ്യും? ജൂൺ 30ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കുമെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോർ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. എന്നെ ഇത്രയും നേരം കേട്ടതിന് നന്ദി. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കയ്യിലാണ്, അത് നിങ്ങൾ കളയരുത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.